നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്കിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് തകർന്ന് ഹതഭാഗിയായ ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. തിരക്കേറിയ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് പകൽ വെളിച്ചത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടാണ് ദാരുണമായ മരണമുണ്ടായത്. പാങ്ങെത്തിയ മന്ത്രിമാർ പ്രതികരിച്ചത് ഉപയോഗമില്ലാത്ത കെട്ടിടമാണെന്നും ദുരന്തമല്ലെന്നുമായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ ബിന്ദുവിനെ കണ്ടെത്തുന്നത്. ഇത് മരണമല്ല, കൊലപാതകമാണെന്ന് പറയേണ്ടി വന്നത് ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും തേങ്ങിയ അനാസ്ഥയാണ് ആ സാധു സ്ത്രീയുടെ മരണത്തിന് കാരണമെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്നത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന മെഗാഫോണായി മന്ത്രി അധപതിച്ചിരിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ വിവേകത്തോടെ തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടിയിരുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും പെട്ടിരിക്കാമെന്ന് കരുതണമെങ്കിൽ മെഡിക്കൽ കോളേജ് പരിസരങ്ങളിലെ തിരക്ക് എപ്പോഴെങ്കിലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടാകണം. അതില്ലാത്തതിന്റെ കുറവാണ് ഇന്നലെ മന്ത്രി പ്രകടിപ്പിച്ചത്. 2012-13 കാലഘട്ടത്തിൽ കാലാവധി കഴിഞ്ഞ് അപകടാവസ്ഥയിലായ കെട്ടിടമാണെന്ന റിപ്പോർട്ട് ഉണ്ടായിട്ടും 2025-ലും അത് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ ദുരവസ്ഥയാണത്. കെട്ടിടങ്ങളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്തി 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രിയുടെ കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 2022-ലെ ഉത്തരവിന് ഇപ്പോഴും പുല്ല് വിലയാണെന്നുള്ളതാണ് 2025-ലെ ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നത്. 68 വർഷം മുൻപ് പണിത അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു മാറ്റിയില്ലെന്ന് മാത്രമല്ല, രോഗികളുടെ കൂട്ടിരിപ്പുകാരും മറ്റുള്ളവരും അതിൽ പ്രവേശിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലും ഉണ്ടായിട്ടില്ല. പാവപ്പെട്ടവന്റെ അവസാനത്തെ അത്താണിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ. രോഗം ബാധിച്ച് ജീവനോടെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലെത്തുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊല്ലുന്ന ഇടങ്ങളായി ആശുപത്രികൾ മാറിക്കൂടാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ സ്ഫോടനവും പുകയും ഉയർന്നത് മെയ് 2-നാണ്. രോഗികളെ അതിവേഗം മാറ്റിയത് കാരണമാണ് വൻ ദുരന്തം ഒഴിവായത്. 3 ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയ അത്യാഹിത വിഭാഗം 2 മാസം കഴിഞ്ഞിട്ടും അടഞ്ഞുകിടക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം എത്രമാത്രം ശോചനീയമാണെന്നതിന്റെ തെളിവാണിതൊക്കെ. ദേശീയ ഹെൽത്ത് അക്കൗണ്ട് പ്രകാരം ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നാൽ അതിൽ 32.5% തുക മാത്രമാണ് സർക്കാരിൻ്റെതായിട്ടുള്ളൂ. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് 52%, കർണാടക 43% ചെലവഴിക്കുമ്പോഴാണ് ആരോഗ്യ രംഗത്ത് ലോകമാതൃക എന്ന് വാഴ്ത്തപ്പെട്ട കേരളത്തിന്റെ ദുസ്ഥിതി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുക. സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളുടെ വാണിജ്യ താൽപര്യങ്ങളുടെ ഇരകളായി കേരളത്തിലെ രോഗികൾ മാറുന്നുവെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. ആരോഗ്യ രംഗത്ത് തകർച്ചയുടെ നേർക്കാഴ്ചകളാണ് ഇതൊക്കെ. കേരള മാതൃകയുടെ പുകഴ്ത്തുപാട്ടുകളിൽ അഭിനമിക്കുന്ന അധികാരവർഗത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ തകർന്നിരിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യ പരിപാലന സംവിധാനം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളിക്കാനും കുറ്റപ്പെടുത്താനും കാണിക്കുന്ന വീറും വാശിയും ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വകുപ്പ് മന്ത്രി കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് കാണിച്ച സത്യസന്ധതയുടെ ഒരു അംശമെങ്കിലും മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു കൊല്ലപ്പെടുമായിരുന്നില്ല.